ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള ബഹിരാകാശ സഞ്ചാരികളുമായി ആക്സിയം 4 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് പേടകം നിലയവുമായി ഡോക്ക് ചെയ്തത്. സ്പേസ് സ്റ്റേഷനിലെ ഹാർമണി ഡോക്കിലാണ് പേടകത്തിന്റെ കവാടം ഘടിപ്പിച്ചത്. ശുഭാംശു ഉൾപ്പെടെയുള്ള 4 അംഗ സംഘമുള്ള ക്രൂ ഡ്രാഗൺ പേടകവുമായി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് 12:01 വിക്ഷേപിച്ചത്. അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39A-യിൽ നിന്നായിരുന്നു വിക്ഷേപണം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തുന്നതുവരെ ശുഭാംശുവിനായിരുന്നു പേടകത്തിന്റെ നിയന്ത്രണം. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു. 41 വർഷം മുമ്പായിരുന്നു രാകേഷിന്റെ യാത്ര. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര ദൗത്യവും ഇന്ന് ശുഭാംശു സ്വന്തമാക്കും. മെയ് 29 നിശ്ചയിച്ചിരുന്ന യാത്ര സാങ്കേതിക കാരണങ്ങളാൽ 7 തവണയാണ് മാറ്റിവെച്ചത്. 14 ദിവസം ശുഭാംശുവും സംഘവും ബഹിരാകാശ നിലയത്തിൽ വിവിധ പരീക്ഷണങ്ങൾ നടത്തും. നാസ മുൻ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിലെ ഹ്യൂമൻ സ്പേസ് മിഷൻ ഡയറക്ടറുമായ പെഗി വിറ്റ്സനാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. പോളണ്ടിൽ നിന്നുള്ള സൊവോ സുസ്നാൻ, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കബുവുമാണ് മറ്റ് യാത്രികർ. ശുഭാംശുവിന്റെ യാത്രയ്ക്കായി 550 കോടിയാണ് ഇന്ത്യ ചെലവഴിക്കുന്നത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.